ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം ജിയോയുടെ സമ്മർ സർപ്രൈസ് ഓഫർ, അതുപോലെ ധൻധനാഥൻ ഓഫർ ഇവയെല്ലാം വൈകാതെ അവസാനിക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ജിയോ അവരുടെ ഏറ്റവും പുതിയ ഓഫറായിട്ടുള്ള മൺസൂൺ ഓഫർ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ജിയോയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജിയോ ഇപ്പോൾ അവരുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 19 രൂപയുടെ ഓഫർ, 49 രൂപയുടെ ഓഫർ, 96 രൂപയുടെ ഓഫർ, അതുപോലെ 149 രൂപയുടെ ഓഫർ. ഇത്രയും ഓഫറുകൾ അവർ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാൽ 309 രൂപയുടെ ഓഫർ, നിങ്ങൾ പുതിയ സിം കാർഡ് എടുത്ത ആളാണെങ്കിലും പഴയ ആളാണെങ്കിലും 28 ദിവസത്തേക്കുള്ള ഓഫർ ഇപ്പോൾ 56 ദിവസത്തേക്കാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവസേന ഓരോ GB-യും അൺലിമിറ്റഡ് കോളുകളും മറ്റെല്ലാ സർവീസുകളും ഉപയോഗിക്കാൻ സാധിക്കും. ദിവസേന ഓരോ GB വെച്ച് 56 ദിവസത്തേക്ക്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓഫറാണ് 349 രൂപയുടെ ഓഫർ. ഈ ഓഫറിൽ 28 ദിവസത്തേക്ക് ഉണ്ടായിരുന്ന വാലിഡിറ്റി 56 ദിവസത്തേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഈ 56 ദിവസത്തെ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് 20 GB ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ദിവസേന പരിധികളൊന്നുമില്ലാതെ എത്ര വേണമെങ്കിലും ഡാറ്റ ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ പരമാവധി എന്ന് പറയുന്നത് 20 GB ആയിരിക്കും. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓഫറാണ് 399 രൂപയുടെ ഓഫർ. ഈ 399 രൂപയുടെ ഓഫറിൽ 84 ദിവസത്തേക്ക്, മുൻപ് 28 ദിവസത്തേക്ക് ഉണ്ടായിരുന്ന ഓഫർ 84 ദിവസത്തേക്കാക്കി മാറ്റി ദിവസേന ഓരോ GB വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഒപ്പം കോളുകളും മറ്റു സൗകര്യങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത ഓഫറാണ് 509 രൂപയുടെ ഓഫർ. ഈ 509 രൂപയുടെ ഓഫറിൽ മുൻപ് 28 ദിവസത്തേക്ക് ഉണ്ടായിരുന്നത് 56 ദിവസത്തേക്കാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ദിവസേന 2 GB വെച്ച് 56 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് 112 GB. അടുത്ത ഓഫറാണ് 999 രൂപയുടെ ഓഫർ. ഈ ഓഫറിൽ നിങ്ങൾക്ക് മുൻപ് 60 ദിവസത്തേക്ക് കിട്ടിയിരുന്ന വാലിഡിറ്റി ഇപ്പോൾ 90 ദിവസത്തേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഈ 90 ദിവസത്തെ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് 90 GB ഉപയോഗിക്കാൻ സാധിക്കും, പരിധികളൊന്നും ഇല്ലാതെ. ഈ എല്ലാ ഓഫറുകളിലും കോളുകളും SMS-കളും എല്ലാം ഫ്രീ ആണ്. അതുപോലെ തന്നെ ഈ ഓഫറുകളിലെല്ലാം ദിവസപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ 128 kbps അൺലിമിറ്റഡ് ഡാറ്റയും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ജിയോയുടെ ഏറ്റവും പുതിയ മൺസൂൺ ഓഫർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വരുന്ന ജൂലൈ മാസം 15-ാം തീയതി മുതൽ സമ്മർ സർപ്രൈസ് ഓഫർ നിങ്ങൾ റീചാർജ് ചെയ്തതിനനുസരിച്ച് നിങ്ങളുടെ സിം കാർഡിൽ ഡീആക്ടിവേറ്റ് ആയി തുടങ്ങും. എന്നാൽ പല കൂട്ടുകാരും നേരത്തെ തന്നെ മറ്റു പല റീചാർജുകളും ചെയ്തതുകൊണ്ട് ഒരു പക്ഷേ ആഗസ്റ്റ് മാസം വരെ നിങ്ങൾക്ക് ഈ ഓഫർ വാലിഡിറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഓഫർ കഴിയുന്നതിന് മുമ്പ് ഈ റീചാർജുകൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, ഇപ്പോൾ ഈ ഓഫർ ആക്ടിവേറ്റ് ആവാൻ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും BSNL, ഐഡിയ തുടങ്ങിയിട്ടുള്ള മറ്റ് കമ്പനികൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഓഫറുകൾ കൊണ്ടുവരികയാണെങ്കിൽ അവയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ജിയോ പുതിയ ഓഫറുകൾ ഒരുപക്ഷെ കൊണ്ടുവരുമായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴുള്ളതിൽ നിന്നും ചാർജുകൾ കുറഞ്ഞ് കുറച്ചുകൂടെ ലാഭത്തിന് നിങ്ങൾക്ക് പല ഓഫറുകളും ലഭിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാശ് നഷ്ടം വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ റീചാർജ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വാലിഡിറ്റി കഴിഞ്ഞ ഉടൻ അല്ലെങ്കിൽ കഴിയുന്നതിന് തൊട്ട് മുമ്പ് മാത്രമായിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂട്ടുകാർക്ക് ജിയോയുടെ ഈ ഒരു പുതിയ ഓഫർ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നേരത്തെക്കാളും ചാർജ് കൂടുതലാണ്, ചാർജ് കുറവാണ് എന്ന്? എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അഥവാ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം നിഖിൽ.